എന്നെ കോൺടാക്ട് ചെയ്യുന്ന മിക്ക ക്ലയൻസിൻ്റെയും ക്വസ്റ്റ്യൻ ഇതാണ്. കറന്റ് UAE എന്താണ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ നടക്കുന്നുള്ളത്? വില എന്തെങ്കിലും പ്രോപ്പർട്ടിയുടെ കുറയുന്നുണ്ടോ? അതോ അടുത്ത മാസം എന്തെങ്കിലും വില കുറയുമോ എന്നൊക്കെയാണ് എല്ലാവരുടെയും ക്വസ്റ്റ്യൻ. എങ്ങനെ വില കുറയാനാണ്? നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടുകയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ പ്രോപ്പർട്ടിക്ക് മാത്രമായിട്ട് വില കുറയും അല്ലേ? സോ ഇപ്പോൾ പ്രോപ്പർട്ടിക്ക് വിലയൊന്നും കുറഞ്ഞില്ല, അതിന് പകരമായിട്ട് കുറച്ച് ഓഫേഴ്സ് ഡെവലപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു ബുദ്ധിയുള്ള ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ സമയം അയാൾ തിരഞ്ഞെടുക്കും. സോ ഇപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് ബെസ്റ്റ് ടൈം. ഈ സമയം നിങ്ങൾ ആ ഓഫേഴ്സൊക്കെ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കും. അത് ഈ സിറ്റുവേഷൻ എൻഡ് ആവുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഈ പ്രോപ്പർട്ടീസിനൊക്കെ വില കൂടും, എന്തായാലും കൂടും. 1 മില്യൻ്റെത് 2 മില്യൺ ആവാം, 2 മില്യൺ ഉള്ള പ്രോപ്പർട്ടിയുടെ വില 3 മില്യൺ ആവാം. എന്തായാലും വില കൂടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഒരു ബുദ്ധിയുള്ള ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ സമയമാണ് തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കൊറോണയുടെ സമയത്ത് ഇതുപോലൊരു സിറ്റുവേഷൻ ആയിരുന്നു. ആ സമയത്തും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. ചില ആൾക്കാർ ഞങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അതായത് ലോകത്തിൻ്റെ എൻഡാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നു. പക്ഷേ ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സ്, ബുദ്ധിയുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ നന്നായിട്ട് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതായത് അവരുടെ ആ പ്രോപ്പർട്ടീസിനൊക്കെ നല്ല വാല്യൂ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ചിലർ സെയിൽ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ടാവാം. ഇപ്പം അന്ന് വാങ്ങിച്ച ആ പ്രൈസ് അല്ല ഇന്നുള്ളത്, നല്ല എമൗണ്ടാണ്, നല്ല പ്രൈസ് ഗ്രോത്താണ് ഉണ്ടായിട്ടുള്ളത്. സോ അതുപോലൊരു സിറ്റുവേഷനാണ്. അതായത് നമ്മൾ ബുദ്ധിയുള്ളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ ഈ സമയം നമ്മൾ യൂസ് ചെയ്യും. എന്തായാലും നമുക്ക് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡെവലപ്പേഴ്സ്. അപ്പോൾ ആ ഓഫേഴ്സ് നമ്മൾ എടുത്തുകൊണ്ട് തന്നെ നമ്മളൊരു ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ തയ്യാറാവും. സോ എൻ്റെ ക്ലയൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം ഈ ടൈം യൂസ് ചെയ്യുക, ഈ ഓഫേഴ്സ് യൂസ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇതൊരു ബെനിഫിറ്റാണ്, നിങ്ങളത് മാക്സിമം യൂസ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം. ഇതാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം.